നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിവെക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശുക്രിസ്തു നാമത്തിൽ കൃപാസ്ഥാനം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ പരിഹാരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളുണ്ട് ഈശോയെ, കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി, കണ്ടവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ തിന്മയുടെ ശക്തികൾ ഈശോ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. 2 Corinthians 20 വായിച്ചേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. എല്ലാ ദൈവം മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഫോർമുല പ്രോസസ്സിങ് എന്താണ്? ദൈവം മഹത്വപ്പെടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അവൻ വഴി ആമേൻ പറയണം. എന്തിനാണ് ആമേൻ പറയണത്? ഒന്നൊരു വായിച്ചത്. ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു. അതായത് ക്രിസ്തു സകല വാഗ്ദാനം ക്രിസ്തുവിൽ ആമേനാണ്, അതെയാണ്, യേസാണ് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ. അപ്പോൾ ക്രിസ്തുവിനെ വഴി നമ്മൾ ആമേൻ പറയുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്. അല്ല വെറുതെ ആമേൻ പറയുമ്പോഴല്ല. ക്രിസ്ത്യൻ പ്രെയർ എന്ന് പറയുമ്പോൾ ക്രിസ്തു വഴിയാണ് ആമേൻ പറയണത്. അപ്പം ക്രിസ്തു വഴി ക്രിസ്തുവിൻ്റെ മനസ്സെന്താണ് ഈ വിഷയത്തിൽ? ക്രിസ്തുവിൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ഘടകം പിതാവിൻ്റെ മഹത്വമായിരിക്കും. അതറിയാതെ ക്രിസ്തുവിനോട് നമ്മൾ പോയി അപേക്ഷയൊക്കെ വെക്കാതിരിക്കുന്നത് നല്ലത്. ക്രിസ്തുവിൻ്റെ ഉത്തരങ്ങളിൽ അങ്ങേ തലക്കൽ പിതാവിൻ്റെ മഹത്വമാണ് വരണത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു വഴി ആമേൻ പറയുമ്പോൾ മഹത്വപ്പെടുന്ന പിതാവാണ്. അതിൻ്റെ എടുക്കുന്ന മൻഡേറ്ററി ആയിട്ട് വരുന്ന ചില വിഷയങ്ങൾ തൽക്കാലം നമുക്ക് സ്വീകാര്യമല്ലെങ്കിലും ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുമ്പോൾ സംഭവിക്കുന്ന വിഷയം നമ്മുടെ വിശ്വാസ വളർച്ചയാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴി ദൈവം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കണം. വിശ്വാസത്തിൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? 2 Corinthians 1:20 ഭയങ്കരമായൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ എല്ലാ വാഗ്ദാനവും ഉള്ളത് കൊണ്ടാണ് അത് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണത് എന്താണ്? ദൈവമഹത്വത്തിന് ക്രിസ്തുവിൽ ആമേൻ പറയും. ഒറ്റ നടക്ക് പോകത്തില്ല ഈ സംഭവം. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. ക്രിസ്തുവിലുണ്ടതില്ല. പക്ഷേ ക്രിസ്തുവിലുണ്ടെങ്കിൽ നമുക്ക് പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ് പിതാവുമായിട്ടുള്ള. നമ്മൾ ഇപ്പോൾ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയെന്ന് പറഞ്ഞാലും ലാസോ ഉയർത്തുമെന്ന് പറഞ്ഞാലും അങ്ങേ തലക്കൽ പിതാവുണ്ട്. എന്ത് രസമാണെന്നറിയാമോ ഈ ആധ്യാത്മിക ജീവിതം. അപ്പം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന പിതാവുമായിട്ട് ഒരു പിടിപാടുണ്ടാകുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ തന്നെ വസിക്കുകയല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് ഈ അൽത്താരയിൽ വന്ന് എനിക്ക് ലഭിച്ച സുവിശേഷത്തിന് സാക്ഷ്യം പറയുക, ഈ ഒരു അവസരം നൽകിയ അളവറ്റ നന്മസ്വരൂപയായ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. കാരണം അത്രത്തോളം ഞാൻ വലിയൊരു സാക്ഷ്യമാണ് പറയാൻ പോകുന്നത്. കാര്യം എൻ്റെ മൂത്ത മകനാണ് ഇത്. ദിനദേവ് എന്നാണ് പേര്. ഞാൻ 100% അന്ധനായ ഒരാളാണ്. എൻ്റെ മകനും 100% അന്ധത ബാധിച്ച ഒരാളാണ്. എനിക്ക് ഇനി ഒരു മകനും കൂടിയുണ്ട്, വസുദേവ് എന്നാണ് പേര്. ആ കുട്ടിയും 100% അന്ധത ബാധിച്ച കുട്ടിയാണ്. 9ാം ക്ലാസ്സിലാണ് വസുദേവ് പഠിക്കുന്നത്. ഈ കുട്ടി +2 കഴിഞ്ഞു. അപ്പോൾ മാതാവ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അതായത് ഈ മോൻ
9ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് ഞാൻ ഈ മോനോട് ചോദിച്ചു, മോനെ ഇനി ഒരു വർഷം 10ാം ക്ലാസ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഉള്ള പഠനമെന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. അതായത് ഇപ്പോൾ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ടല്ലോ, സാമൂഹ്യ പാഠം, ഭൂമിശാസ്ത്രം, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും. പക്ഷേ +1 മുതൽ ഈ രീതിയിലുള്ള പഠനം ഒരു പ്രത്യേക വിഷയം മുഖ്യമായിട്ട് എടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 വിഷയങ്ങൾ വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബിരുദമായി, ബിരുദാനന്തര ബിരുദം, ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ ഏത് മേഖലയിലാണ് മോന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയെക്കുറിച്ച് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിൽ ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ, ദിനദേവ് മോൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു സംശയവും കൂടാതെ പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, എന്നിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന പദവിയിലെത്തണം, എൻ്റെ ജീവിത അന്ത്യം വരെ കമ്പ്യൂട്ടർ ലോകത്തായിരിക്കും ഞാൻ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി മോനെ, എങ്ങനെ ഇത് സാധ്യമാകുമെന്നുള്ളത് എനിക്കറിയില്ല, എങ്കിലും ദൈവമേ സഹായിക്കണേ എന്ന് മാത്രം മനസ്സുകൊണ്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു, മോനെ പരിശ്രമിക്കാം നമുക്ക് എന്ന് മാത്രം പറഞ്ഞു. 2023 10ാം ക്ലാസ് പാസ്സായി, എല്ലാ വിഷയങ്ങൾക്കും A+ഓടുകൂടി തന്നെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ മോൻ്റെ ആഗ്രഹപ്രകാരം +1 +2 കമ്പ്യൂട്ടർ സയൻസ് തന്നെ മുഖ്യ വിഷയമായിട്ട് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് +2 റിസൾട്ട് വന്നു, എല്ലാ വിഷയങ്ങൾക്കും A+ഓടുകൂടി തന്നെ വിജയിച്ചു. അത് കഴിഞ്ഞ് എൻജിനീയറിംഗ് എൻട്രൻസ് എഴുതണമല്ലോ, എന്നാലല്ലേ എൻജിനീയറിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. എൻജിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് 3ാമത്തെ ദിവസം മോൻ്റെ ഫോണിൽ മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് വച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛാ ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് എൻട്രൻസ് കമ്മീഷണർ. അതിൻ്റെ കാരണം പറഞ്ഞിരുന്നത് എന്നതുപോലെ ബ്ലൈൻഡാണ് എന്നുള്ള കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോനെ സമാധാനിപ്പിച്ചു, മോനെ വിഷമിക്കണ്ട, എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നല്ലേ അത് റിജക്റ്റ് ചെയ്തുള്ളൂ, എന്തായാലും അച്ഛൻ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ കർത്താവിനോട് ആവശ്യപ്പെട്ട ആവശ്യം എന്തായാലും റിജക്റ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്യുകയും ഇല്ല, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്, മോൻ സമാധാനപ്പെട്, എല്ലാത്തിനും മാതാവ് ഒരു വഴി ഉണ്ടാക്കി തരും നമുക്ക് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷേ അവൻ്റെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് അത്രത്തോളം സമാധാനപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആ സമയത്ത് എനിക്ക് മാതാവ് നൽകിയ ഒരു സന്ദേശമാണ്. അതായത് ഈ അധികാരികളോട് ചോദിക്കുക, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് റിജക്റ്റ് ചെയ്യുന്നത്? അതായത് കണ്ണ് കാഴ്ചയില്ലാത്ത കാരണം കൊണ്ടാണെങ്കിൽ കണ്ണ് കാഴ്ചയില്ലാത്തവർക്ക് എൻജിനീയറിംഗ് പഠിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് നൽകണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാൻ പറഞ്ഞു. അതുപോലെ ഞാൻ അടുത്ത ദിവസം കമ്മീഷണറുടെ ഓഫീസിൽ പോയി ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെസ്സേജ് വരുന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള ഡേറ്റ് ആകാറായി. അപ്പം മോന് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ലല്ലോ, സ്ക്രൈബ് ആവശ്യമുണ്ട്. അപ്പം സ്ക്രൈബ് ഓർഡർ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴേ അവർ പറഞ്ഞു, +1 വരെ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ സ്ക്രൈബായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അതായത് ജൂനിയർ ആയിരിക്കണം. ഓക്കെ, അപ്പം +1 പാസ്സായ ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റും എല്ലാം കൂടെ വേണം ഈ ആപ്ലിക്കേഷനോടൊപ്പം എന്ന് പറഞ്ഞ് ആ ആപ്ലിക്കേഷനെ തിരിച്ചു തന്നു. ഓക്കെ, ഞാൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടെത്തി. ആ കുട്ടിയുടെ രക്ഷകർത്താക്കളുമായിട്ട് സംസാരിച്ചു, അവർക്കെല്ലാം സമ്മതമാണ്. അപ്പം അവരുടെ ഡീറ്റെയിൽസുകളെല്ലാം വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴത്തേക്ക് +1ൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 1.5 മാസത്തോളം കഴിയാം റിസൾട്ട് വരാൻ. അപ്പോൾ റിസൾട്ട് വന്നാലല്ലേ മാർക്ക് ലിസ്റ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അധികാരികൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു കാര്യം ചെയ്യുക, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിൽ പോയിട്ട് ഹെഡ് മാസ്റ്ററെ കണ്ട് ഈ കുട്ടി ഈ സ്കൂളിലാണ് പഠിച്ചതെന്നും ഈ സ്കൂളിൽ നിന്ന് ഇത്ര മാർക്കോടുകൂടി പാസ്സായതാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ആ കുട്ടിയും കുട്ടിയുടെ രക്ഷകർത്താക്കളെയും എൻ്റെ ഈ മോനെയും കൂട്ടി ഞാൻ ആ സ്കൂളിൽ പോവുകയാണ്. അന്ന് അവിടെ ഹെഡ് മിസ്സസ് ആയിരുന്നു. അപ്പോൾ കാര്യം പറഞ്ഞു, ഇന്നതാണ് കാര്യമെന്നെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വിധത്തിൽ അടുക്കില്ല.
ഒട്ടും സഹകരിക്കില്ല. അതായത് കുട്ടി ഇപ്പോൾ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സ്കൂളുകാർ വേണം ഇനി സർട്ടിഫൈ ചെയ്യാനായിട്ട്, ഞാൻ സർട്ടിഫൈ ചെയ്യില്ല. അപ്പോൾ അതിന് കാരണവും ഇന്ന് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം വളരെ താഴ്മയായിട്ട് പറഞ്ഞു, പലവട്ടം ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ ഒരു വിധത്തിലും ആ ഹെഡ് മിസ്സ് സഹകരിച്ചില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പതിവ് പോലെ എൻ്റെ പോക്കറ്റിൽ കിടന്ന കാശ് രൂപ എടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ ഒരു എതിർപ്പിനെ അവഗണിച്ച് പോകാൻ എനിക്ക് കഴിയുന്നില്ല, മാതാവ് എന്നെ സഹായിക്കണം എന്ന് ഞാൻ വളരെ വിനീതമായിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ധനാണെങ്കിലും ഗ്ലോക്കോമ എന്ന അസുഖം കൊണ്ടാണ് ഞാൻ അന്ധനായത്. അതുവരെ കണ്ണുനീര് വരാത്ത കണ്ണിക്കൂടെ എൻ്റെ കണ്ണുനീര് വന്നുപോയി. അത്രത്തോളം വിഷമിച്ച് ഞാൻ പറഞ്ഞു. അന്ന് ആ സമയത്ത് ആ മുറി തുറന്ന് ഒരു ലേഡി അകത്ത് കയറി വരികയാണ്. ഒരു കാലിൽ ഒരു ചിലങ്ക കിടപ്പുണ്ട്. കാരണം ആ നടന്നു വരുമ്പോൾ കേൾക്കാം ശബ്ദം. നല്ല മുല്ലപ്പൂവിൻ്റെ ഒരു മണവും ഉണ്ട്. തലയിൽ പൂ ചൂടിയതായിരിക്കാം. കയറി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, സിസ്റ്ററെ, ആ സ്ക്രൈബറായിട്ട് വന്ന ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കുട്ടി ഈ സ്കൂളിൽ കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുൻപ് 10ാം ക്ലാസ് പഠിച്ച് പാസ്സായി പോയ കുട്ടിയല്ലേ, ആ കുട്ടിയാണ് ഈ ദിനദേവന് സ്ക്രൈബായിട്ട് പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ കുട്ടി ഈ സ്കൂളിൽ പഠിച്ചതാണെന്നും ഈ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സിൽ ഇത്ര മാർക്കോടുകൂടി വിജയിച്ചു എന്നും സർട്ടിഫൈ ചെയ്തു കൊടുക്കുന്നു. ഇത്രതല്ലേ ഉള്ളൂ. ഇത് സ്കൂളിന് ഒരു നഷ്ടവും സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. സത്യസന്ധമായ ഒരു കാര്യത്തിന് നമ്മൾ എതിർക്കുന്നത് ദൈവഹിതമല്ല എന്ന് ഇത്രയും പറഞ്ഞിട്ട് മോൻ്റെ കയ്യിൽ നിന്ന് ആ മുദ്രപത്രം വാങ്ങിച്ച് ആ ഹെഡ് മിസ്സിൻ്റെ അടുത്തോട്ടേക്ക് നീട്ടി. ആ ഹെഡ് മിസ്സ് വേറെ ഒന്നും പറഞ്ഞില്ല, കയ്യിൽ വാങ്ങിച്ച് അതിനകത്ത് എഴുതാനുള്ള കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ട് ദിനദേവനോട് പറഞ്ഞു, ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടേ മോനെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആ ലേഡി അതുവരെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, സ്നേഹത്തോടെ ദൈവത്തെ അടുത്താൽ ദൈവം ഒരിക്കലും കൈവിടില്ല. അതാദ്യം മനസ്സിലാക്കണം, ദൈവം എപ്പോഴും കൂട്ടുണ്ടാകും എന്ന് പറഞ്ഞ് ആശീർവദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുക. ആ സമയത്ത് ഞാനും ദിനദേവ് മോനും എൻ്റെ കൂടെ വന്ന ആ സ്ക്രൈബ് എഴുതാൻ വന്ന കുട്ടിയും കുട്ടിയുടെ രക്ഷകർത്താക്കളും എല്ലാം ഹെഡ് മിസ്സിന് നന്ദി പറഞ്ഞിട്ട് പുറത്തിറങ്ങി എന്നോട് പറഞ്ഞു, ആ മാഡം ഈ സ്കൂളിൽ ആരാണെന്ന് അറിഞ്ഞൂടല്ലോ, ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നന്ദി പറയണം. കാരണം ആ മാഡം കയറി വന്നതുകൊണ്ടാണ് അല്ലോ നമുക്ക് ഇത്രയും സാധിച്ചതെന്ന് പറഞ്ഞ് അവിടെ എല്ലാം പരിസരത്തെല്ലാം നോക്കുകയാണ്. ടീച്ചേഴ്സ് റൂമിൽ നോക്കി, ഓഫീസ് റൂമിൽ നോക്കി, എല്ലാം അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു പൂവൊക്കെ ചൂടി വന്ന ഒരു ലേഡി ഇപ്പം വന്നിരുന്നു, പേരറിഞ്ഞുകൂടാ, ആരാ, ഒന്ന് സഹായിക്കാമോ, ഇവിടെ ഇപ്പം വന്നിട്ട് പോയി, ഞങ്ങളുടെ ഇപ്പം HMൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആരും കണ്ടില്ല, കണ്ടുപിടിക്കാനൊട്ട് കഴിഞ്ഞതുമില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം അതുവരെയും എതിർത്തുകൊണ്ടിരുന്ന ഹെഡ് മിസ്സ് ആ ലേഡി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സമ്മതിക്കുന്നതും എഴുതി തരുന്നതും. അത് കഴിഞ്ഞ് ആ പേപ്പർ കൊണ്ടുവന്ന് ഞാൻ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ കൊടുത്തു. അവിടുന്ന് എനിക്ക് മോന് വേണ്ടി സ്ക്രൈബ് ഓർഡർ ലഭിച്ചു. സ്ക്രൈബ് ഓർഡർ ലഭിച്ച് പരീക്ഷ എഴുതി 5945 റാങ്ക് ലിസ്റ്റിൽ വന്നു. മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ച് തന്നെ എൻജിനീയറിങ്ങിന് കിട്ടി. അത് മെറിറ്റ് ലിസ്റ്റിൽ തന്നെ കിട്ടി. മോൻ ആഗ്രഹിച്ചത് AML കമ്പ്യൂട്ടർ സയൻസിലെ ആ വിഭാഗത്തിനാണ് ആഗ്രഹിച്ചത്. അത് പഠിക്കാനുള്ളൊരു ഭാഗ്യവും ലഭിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് വീണ്ടും മാതാവ് എന്നെ സഹായിച്ചു എന്ന് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അതായത് അഡ്മിഷന് വേണ്ടി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും അധികാരികൾ പറഞ്ഞു ഇത് തരാൻ അഡ്മിഷന് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതെന്താ കാരണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ എന്നോട് ഓരോ ദിവസവും തർക്കം പറയുമായിരുന്നു. അതായത് കാഴ്ചയില്ലാത്ത കുട്ടിക്ക് പഠിക്കാനാകില്ല, അതിനുള്ള ഓർഡറില്ല, 40% വൈകല്യമുള്ളവർക്ക് മാത്രമേ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസവും തടസ്സം പറയുമായിരുന്നു. ഓരോ ദിവസം വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴും മാതാവ് എന്നെ സമാധാനപ്പെടുത്തുന്നതായിരുന്നു. ആ വാക്കുകളെല്ലാം ഞാൻ ഓർക്കുകയാണ്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും എന്നോട് എനിക്കൊരു സന്ദേശം പോലെ മനസ്സിൽ പറയുമായിരുന്നു, നീ ഭയപ്പെടണ്ട, നിനക്കൊപ്പം ദൈവമുണ്ട് കൂടെ. അത് എപ്പോഴും പറയുന്ന ഒരു വാക്കായിരുന്നു. എനിക്കിപ്പോഴും ഞാനത് ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം മോൻ്റെ ഫോണിൽ മെസ്സേജ് വരികയാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ ഇത്രയും ദൂരം പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ശരി ഫീസ് അടയ്ക്കാൻ പറഞ്ഞു.
ഫീസ്, ഒരു വർഷത്തെ ഫീസ് 42,000 രൂപ അതടച്ചു, PTA ഫണ്ട് അതടച്ചു, യൂണിഫോം പൈസ അടച്ചു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. പോന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുത്ത മെസ്സേജ് വരുന്നു, നിങ്ങളുടെ അഡ്മിഷനെ ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതിന് കാരണം എന്ത് ചോദിച്ചപ്പോഴത്തേക്ക് കാരണം ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുക. അത്രമാത്രം പറഞ്ഞ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. ഞാൻ വീണ്ടും എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് പറയുന്നത് ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ അനുവാദം കൊടുക്കണ്ട എന്ന്. കാരണം സ്ക്രീൻ കാണാൻ പറ്റില്ല എന്നതാണ് അവർ പറയുന്ന കാരണം. അപ്പോൾ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്ക്രീൻ നോക്കാൻ പറ്റും, കമ്പ്യൂട്ടറിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യാൻ കഴിയും എന്ന് പലവട്ടം ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടും അവരത് കൂട്ടായില്ല. അവസാനം ഞാനൊരു തീരുമാനമെടുത്തു കോടതിയിൽ തന്നെ പോകാനായിട്ട്. കോടതിയിൽ ചെന്നപ്പോഴത്തേക്കും എന്നോട് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ നേരത്തെ അഡ്വക്കേറ്റും അപ്പോഴെന്നോട് പറയുമായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ ജോലി ഇത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഞാൻ സബ്മിറ്റ് ചെയ്യാം, പക്ഷേ എനിക്കിത് വലിയ പ്രതീക്ഷയില്ല. കാരണം കോടതി ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനത്തിനെ ശരിവയ്ക്കാനാണ് സാധ്യത കൂടുതൽ, വിജയസാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എനിക്ക് മാതാവല്ലാതെ വേറെ ആരുമില്ല എന്നെ സഹായിക്കാനായിട്ട്, എനിക്ക് ഇനി ഒരു സ്ഥലവും ഇല്ല പോയി സഹായം ചോദിക്കാൻ, മാതാവ് മാത്രമേ ഉള്ളൂ. ഞാൻ മാതാവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ്. ഇത് സബ്മിറ്റ് ചെയ്ത ആ നിമിഷം മുതൽ ഞാൻ ഏകദേശം എനിക്ക് അളവറ്റ പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇരിക്കുകയാണ്. ഒടുവിൽ ഉത്തരവ് വരികയാണ്, കോടതി ഉള്ള ഉത്തരവ്. അവരുടെ തീരുമാനങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് കോടതി തീരുമാനമെടുത്തു, ഈ കുട്ടിക്ക് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ അനുസരിച്ച് ഈ ബ്ലൈൻഡ് ആണെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ യോഗ്യനാണ്. അത് ഒരു സുവിശേഷം. എനിക്കിത് കഴിഞ്ഞ് അടുത്ത് പറയാനുള്ളത്, എൻ്റെ ഈ മോൻ്റെ നാഭിയിൽ ഒരു മുഴ വന്നു. എന്നോട് ഇത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുമോ വിഷമിക്കുമോ എന്നൊക്കെയുള്ള ഒരു കാരണം കൊണ്ട് പറഞ്ഞില്ല. ഓരോ ദിവസം കഴിയും തോറും ഈ മുഴയുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരുന്നു. കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ട് ആഹാരം ശരിക്ക് കഴിക്കില്ല. കാരണം ആഹാരം കഴിച്ച് വയറ് വീർക്കും തോറും ഈ വേദനയുടെ അളവ് കൂടുന്നു. 4ാമത്തെ ദിവസം തീരെ നിവൃത്തിയില്ലാതെ വന്ന സാഹചര്യത്തിൽ എന്നോട് പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നാഭിയിലൊരു മുഴ പോലെ വരുന്നു, ഓരോ ദിവസവും നല്ല വേദന കൂടുന്നു എന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് അല്പം പോലും വിശ്വാസമില്ല, മാതാവിലോ കർത്താവിലോ ഒന്നും ഈ കാര്യങ്ങളിലൊന്നും തന്നെ വിശ്വാസമില്ലാത്ത ഒരാളാണ്. എന്നോട് പറഞ്ഞു, ഇത് ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കണം. എന്നോട് ഈ വിഷയം പറയുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം 7 മണി സമയത്താണ് പറയുന്നത്, നാളെ രാവിലെ തന്നെ കൊണ്ടുവന്ന് കാണിക്കാം നമുക്ക് എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ നിശബ്ദനായിട്ട് അവിടെ ഇരുന്ന് മനസ്സുകൊണ്ട്, മാതാവേ ഇനി കോളേജ് തുറക്കാൻ എത്ര ദിവസമുണ്ട്, ഞാൻ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയാൽ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും എന്തെല്ലാം വിഷമിച്ചിങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു, എനിക്ക് ആ ഉടമ്പടി തൈലം ഒന്ന് പുരട്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ വിശ്വാസ പ്രമാണം 3 പ്രാവശ്യം ചൊല്ലി ആ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് മോൻ്റെ നാഭിയിൽ തേച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഭാര്യ കണ്ടുകൊണ്ട് പറയുമായിരുന്നു, ഈ കപട നാടകമൊന്നും എനിക്ക് കാണണ്ട, എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യമാണ്, നാളെ രാവിലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചേക്കണം കേട്ടോ എന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരിക്കൽ കൂടി വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ ആ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് നാഭിയിൽ തേക്കുകയാണ്. തേച്ചിട്ട് ഞാനും പോയി ചെന്ന് കിടന്നു. രാവിലെ എഴുതിച്ച് പ്രാർത്ഥിച്ചപ്പോഴും മനസ്സുരുകി പ്രാർത്ഥിച്ചു, എനിക്ക് കർത്താവേ എന്നെ സഹായിക്കണമല്ലാതെ വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ. അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് തോന്നുന്ന ഒരു കാര്യമാണ്, ഭയപ്പെടേണ്ട, നിനക്ക് ഞാൻ ഉണ്ട് കൂടെ എന്ന ആ വചനം തന്നെ ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയി. മോൻ്റെ അപ്പോഴും മോൻ ഉറങ്ങിക്കിടക്കുകയാണ്. നാഭിയിൽ ചെന്ന് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കാണുന്നത് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ മുഴ അവിടെ കാണുന്നില്ല, നിശേഷം ശൂന്യമായി പോയി. ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലോ, കൊണ്ടുപോകാം, പോയി
എന്താണ് ഡോക്ടറോട് ഞാൻ പറയാനുള്ളത്? കാരണം മുഴയില്ലല്ലോ അവിടെ. അപ്പോൾ എനിക്ക് ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയായ എൻ്റെ ഭാര്യ ഈ ഒരു കാര്യത്തിൽ വിശ്വാസം വരണം. അത് ഞാൻ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണിന്ന്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ ഡിസംബർ, അതായത് 2024 ഡിസംബർ മാസം 6-ാം തീയതിയാണ് എടുത്തത്. അതിനുശേഷം 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇനി കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എനിക്ക് വളരെ താല്പര്യമുള്ളതാണ്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോയി പത്രം വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഓരോരുത്തരും കണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ആരുടെയെങ്കിലും സഹായം വേണം. എൻ്റെ മൂത്ത മകനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അന്ധനാണ്, രണ്ടാമത്തെ കുട്ടിയും അന്ധത ബാധിച്ചതാണ്. ഭാര്യയ്ക്ക് ഇതിനകത്ത് ഒട്ടും വിശ്വാസവുമില്ല. അതുകൊണ്ട് എനിക്ക് ആരെയെങ്കിലും സഹായം തേടിയേ പോകാൻ പറ്റൂ, എന്നോട് സഹകരിച്ച് വരാൻ സാധ്യതയുള്ളവർ. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുമ്പോഴത്തേക്കാണ് ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് വിതരണം ചെയ്യാറുണ്ട്. എന്നാലും ഇതുവരെ എങ്ങനെ പോയാലും ഒരു 10 കെട്ട് പത്രത്തിൽ കൂടുതൽ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. വിശ്വാസ പ്രമാണവും 33 പ്രാവശ്യം വീതം നിത്യവും പറയാറുണ്ട്. 33 പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം പറയും. 7 പ്രാവശ്യം ഞാൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ട്. എനിക്ക് ലഭിച്ചത് കർത്താവിനെ സ്നേഹത്തോടെ നിന്നാൽ കർത്താവ് തീർച്ചയായും നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഇത്രയും ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കിയ മാതാവിനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരുന്നില്ല. എൻ്റെ ജീവിത അന്ത്യം വരെയും ഞാൻ എവിടെയെല്ലാം ഈ സാക്ഷ്യം പറയാൻ പറ്റുമോ അവിടെയെല്ലാം ഞാൻ തീർത്തും പറയും. മാതാവിനും കർത്താവായ എൻ്റെ യേശു ക്രിസ്തുവിനും അളവറ്റ നന്ദി പറയുകയാണ്. കാരണം എത്ര നന്ദി പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഉടമ്പടിയിലൂടെ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ ആൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ 1/3/2020 ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. 15 വർഷമായി എൻ്റെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് വഴിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടും ഈ വഴിയുടെ കാര്യം മാത്രം നടക്കാതെ വരികയും ഞാൻ ആ ഉടമ്പടിയിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുകയും അമ്മ മാതാവ് എനിക്ക് വഴി തുറന്നു തരും എന്ന വിശ്വാസത്താൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഇട്ട ഡേറ്റിൽ തന്നെയാണ് എൻ്റെ അമ്മ മാതാവ് എന്നെ വീട്ടിലോട്ട് പോകുന്ന വഴി തുറന്നു തന്നത്. അതിനുശേഷമാണ് ഞാൻ അമ്മയിൽ കൂടുതൽ വിശ്വസിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അമ്മയെ കൂട്ടുപിടിക്കുകയും ചെയ്തത്. മകളുടെ 10ാം ക്ലാസ് പഠനം ഞാൻ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചായിരുന്നു. അവൾക്ക് ഫുൾ A+ കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു. അവളുടെ അഡ്മിഷൻ കാര്യങ്ങളിലെല്ലാം അമ്മ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും നടത്തി തരുമെന്ന രീതിയിൽ അവൾക്ക് അഡ്മിഷൻ എടുക്കുകയും തുടർന്ന് അവൾ ഡിഗ്രിക്ക് മാർവാനിസ് കോളേജിൽ BSc ബോട്ടണി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. 4ാമത്തെ ഉടമ്പടിയിൽ എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ മക്കളുടെ പഠനം അമ്മ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 2024 ഈസ്റ്ററിൻ്റെ ആരാധന മധ്യേ എൻ്റെ മകൾ എൻ്റെ അടുത്ത് നിന്ന് ആരാധന കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മകൾ എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അമ്മ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു BSc നേഴ്സിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളുടെ കണ്ണിൽ കൂടി കണ്ണുനീര് വരികയും അവൾ പള്ളിയുടെ വെളിയിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. എൻ്റെ അടുത്ത് വന്ന് വീണ്ടും നിന്നു. അവൾക്ക് പള്ളിക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അവൾ വീണ്ടും പള്ളിയുടെ വെളിയിൽ ഇറങ്ങിപ്പോയി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം അവൾ പള്ളിയുടെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു BSc നേഴ്സിംഗ് എടുക്കാൻ.
അമ്മ കണ്ടായിരുന്നു, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. എനിക്ക് പള്ളിക്കകത്ത് നിൽക്കാൻ പറ്റിയില്ല, ഞാനതാണ് പുറത്തോട്ട് പോയത് എന്ന് പറഞ്ഞു. എൻ്റെ 2 മക്കളും ബാലപാഠം മുതൽ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത്രയും വർഷമായിട്ട് 2 മക്കളും കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ വെളിയിൽ ഇറങ്ങി പോയിട്ടില്ല. ആദ്യമായിട്ടാണ് എൻ്റെ മകൾ പള്ളിയുടെ വെളിയിൽ ആരാധന മധ്യേ ഇറങ്ങിപ്പോയത്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവൾ BSc ബോട്ടണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, 2nd ഇയറാണ്. എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് നേഴ്സിംഗ് എടുക്കണം. പക്ഷേ +1 ആയപ്പോഴേ അവളുടെ അടുത്ത് പറഞ്ഞു BSc നേഴ്സിംഗ് എടുക്കാം. അപ്പോൾ അവൾക്ക് താല്പര്യമില്ല, നേഴ്സിംഗ് താല്പര്യമില്ല. അവൾ 2nd ഇയർ ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതിനൊന്നും അഭിപ്രായം പറയാനില്ല. അവളെ പപ്പ സമ്മതിക്കില്ല. എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പപ്പയെടുത്ത് പറയണം, എനിക്ക് നേഴ്സിംഗ് എടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പറയില്ല, എനിക്കത് പറയാൻ സാധിക്കില്ല, നീ തന്നെ പറയാൻ പറഞ്ഞു. അവൾ പിറ്റേ ദിവസം രാവിലെ മുതൽ അവൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. BSc നേഴ്സിംഗ് കോഴ്സ് എവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവളെല്ലാം സെർച്ച് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നത് പുറത്തു പോയി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്തു പോയി പഠിക്കുവാനുള്ള സാമ്പത്തികം നമുക്കില്ല, പപ്പ സമ്മതിക്കില്ല. നിൻ്റെ ആഗ്രഹപ്രകാരമാണ് നിനക്ക് മാർവാനീസിൽ അഡ്മിഷൻ എടുത്ത് തന്നത്. 1 വർഷം കൂടെ ഉള്ളൂ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ. അത് കംപ്ലീറ്റ് ചെയ്യേ, ബാക്കി കാര്യം പിന്നെ ആലോചിക്കാം. അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. സാധാരണ അവൾ ഒരു കാര്യത്തിനും അങ്ങനെ വാശി പിടിക്കുന്ന മോളല്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് അവൾ അതിൽ വാശി പിടിച്ചു നിന്നു. അവൾ തന്നെ പുറത്തോട്ട് പോകാനുള്ള ഇൻ്റർവ്യൂകളും അവൾ സ്വന്തമായി ബയോഡേറ്റകളൊക്കെ അയച്ചു. ഇൻ്റർവ്യൂ ഒക്കെ അവൾ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇതറിഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നമായി. 2 പേരുണ്ട്, എനിക്ക് ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, എനിക്ക് 2 പേരുടെയും കാര്യം നോക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് BSc നേഴ്സിംഗ് എടുക്കണമെങ്കിൽ നിനക്ക് ഇവിടെ പഠിക്കാം, പുറത്തു പോയി പഠിക്കുവാൻ സാധ്യമല്ല. അവൾ പറഞ്ഞു, അപ്പം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തന്നാൽ മതി, ഞാൻ ലോൺ അടച്ചോളാം. അവിടെ പപ്പ പറഞ്ഞു, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പ്രമാണം നമ്മളെ കയ്യിലില്ല, അപ്പോൾ പിന്നെ എങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട് വിൽക്കാം, എന്നിട്ട് 2 പേരുടെ പഠനത്തിനായിട്ട് മാറ്റിവെക്കാം, നിൻ്റെ ആവശ്യത്തിനുള്ള പൈസ നീ അതിൽ നിന്ന് കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പപ്പയും മോളും തമ്മിൽ എന്നും വഴക്കായിരുന്നു. അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ല. മുഖത്തോട് മുഖം നോക്കിയാലും 2 പേരും വഴക്കാണ്. പപ്പ വരുമ്പോൾ മോള് മുറിക്കകത്ത് ഇരിക്കും, വെളിയിലിറങ്ങത്തില്ല. മകളെ കാണുമ്പോൾ പപ്പയ്ക്കും ദേഷ്യമാണ്. വെറുതെ അതിൻ്റെ ഇടയിൽ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. അവൾ പുറത്ത് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. കോളേജിലും പറഞ്ഞു, കോളേജിലും പോകുന്നില്ല. അവളുടെ പപ്പ പറഞ്ഞു, വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ പുറത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകണം. അല്ല, എൻ്റെ അടുത്ത് പറയും, അവൾ മൂത്ത് നരച്ച് വീട്ടിലിരുന്ന് പോകത്തേ ഉള്ളൂ, അവൾ വെറുതെ വാശി പിടിക്കുന്ന എന്തിനാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഞാനാണ് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതെന്ന് പറയുന്നു. ഞാൻ അവളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, നേഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അവൾക്ക് സ്വന്തമായി തോന്നിയതാണ്. അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള ഇതിന് ശേഷമാണ് അവൾക്കിങ്ങനൊരു മാറ്റം സംഭവിച്ചത്. അത് അമ്മയാണ് ഇടപെട്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, അമ്മ ഇടപെട്ടെങ്കിൽ അമ്മ നടത്തി തരും, എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. അവസാനം അവൾ പള്ളിയിലൊരു സർക്കുലർ വന്നു, BSc നേഴ്സിങ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കാം. അപ്പം അവളുടെ അടുത്ത് പറഞ്ഞു, മോള് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഇവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പം ഈ സംഭവം നടക്കുന്ന ഇടയിൽ ഞങ്ങൾ ഒരു റിലേറ്റീവ് നമ്മളെ വീട്ടിൽ വന്ന് പോവുകയും മകൾ എന്താണ് പഠിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ ഇങ്ങനെ പുറത്തോട്ട് പോകാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. അത് പാസ്സാവുന്നുണ്ട്, പക്ഷേ പൈസ അടയ്ക്കാത്തതുകൊണ്ട് നമ്മൾ 1 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ആ സീറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മകൾ എൻ്റെ അടുത്ത് പറയും, അമ്മ 1 ലക്ഷം രൂപ അടയ്ക്കണം. ഞാൻ പറയും, എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. ആദ്യത്തേത് അത് നടന്നില്ല. പിന്നെ അവൾ തന്നെ അടുത്ത യൂണിവേഴ്സിറ്റി അവൾ തന്നെ എല്ലാം നോക്കും. അപ്പം ഈ
വന്നവർ അവിടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അവൾക്ക് പുറത്ത് പോയി പഠിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. ആ ഫാമിലി ഇവൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, മോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇടയ്ക്ക് അവർ വിളിച്ച് ചോദിക്കും എന്തായി പോകുന്ന കാര്യം. അപ്പം ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ അവളെ പപ്പരടുത്ത് തർക്കിക്കാൻ വേറെ വഴിയില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ പഠിക്കാം എന്നുള്ളൊരു തീരുമാനം അവളുമായി. അപ്പം ആ അങ്കിളിൻ്റെ അടുത്ത് അവൾ പറഞ്ഞു, ഞാനിവിടെ പഠിക്കാം, എനിക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല, പപ്പ സമ്മതിക്കില്ല, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റത്തില്ല, പ്രമാണം ബാങ്കിലാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ചോദിച്ചു, മോൾക്ക് എവിടെ പഠിക്കാനാണ് താല്പര്യം? അത് എനിക്ക് UK പഠിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. എങ്കിൽ പപ്പരടുത്ത് മോള് വൈകുന്നേരം ആകുമ്പോൾ എന്നെ വിളിക്കാൻ പറ എന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ പപ്പ വന്നപ്പോൾ അവൾ പറഞ്ഞു, പപ്പ അങ്കിളിനെ വിളിക്കാൻ പറഞ്ഞു. പപ്പ വിളിച്ചു, നീ എന്താണ് അവൾക്ക് പുറത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, പ്രമാണം ബാങ്കിലാണ്, അതിപ്പോൾ എടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എത്ര രൂപയാണ് പ്രമാണം എടുക്കാനെന്ന് ചോദിച്ചു. ബാങ്കിൽ പോയാലേ അറിയാവൂന്ന് പറഞ്ഞു. നീ നാളെ തന്നെ ബാങ്കിൽ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ പോയി ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. പുള്ളി ആ ബാങ്കിൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് ആ പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചു തന്നു. പ്രമാണം എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തു. 7 ദിവസമായപ്പോൾ പ്രമാണം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പുള്ളി എന്നിട്ട് പറഞ്ഞു, ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പുള്ളി പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. പുള്ളിയാണ് അച്ചായനെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. 2 ആഴ്ച കൊണ്ട് ലോൺ സാങ്ഷനായി. നമ്മുടെ എല്ലാ കാര്യങ്ങളും മാതാവ് നിന്ന് ചെയ്യിപ്പിക്കും പോലെ നമുക്ക് വേണ്ടി ഒരു ബാങ്ക് മാനേജർ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ബാങ്ക് മാനേജർ ആ ബാങ്കിൽ നിന്ന് മാറി പുതിയ ബാങ്ക് മാനേജർ വന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ മകളുടെ കയ്യിൽ കൊടുക്കാം. പള്ളിയിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഇതേപോലെ എൻ്റെ ചെവിയിൽ ആരോ ഇങ്ങനെ വന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി BSc നഴ്സിംഗ് എടുക്കാനായിട്ട്. എൻ്റെ ബോഡി ഫുൾ കംപ്ലീറ്റ്ലി മരവിച്ചിട്ട് എൻ്റെ ബോഡി തന്നെ എനിക്കൊരു വെയ്റ്റ്ലെസ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 2-3 പ്രാവശ്യം പള്ളിയുടെ വെളിയിൽ ഞാൻ ഇറങ്ങിപ്പോവുണ്ടായി. അങ്ങനെ ഞാൻ ഇതേപോലെ അമ്മ പറഞ്ഞതുപോലെ എനിക്കൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, അങ്കിളായിരുന്നു എനിക്ക് പ്രമാണം എടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി. ഇപ്പം നാളെ എനിക്ക് ഫീസ് അടയ്ക്കണമെങ്കിൽ ഇന്നാണ് എനിക്ക് ലോൺ സാങ്ഷനായത്. അപ്പം അന്ന് വൈകുന്നേരം അവർ പറയുകയാണ്, അതായത് അതുവരെ 10% ഞങ്ങൾ അടച്ചാൽ മതി, 90% ബാങ്ക് തരുമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു 30% ഞങ്ങൾ ഇടണം, 70% അവർ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ആ സമയത്ത് ഇവിടുന്ന്, അതായത് എൻ്റെ ഏജൻസി എറണാകുളത്താണ്, അപ്പം ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളത്ത് പോകുന്ന സമയത്താണ് ബാങ്ക് ഇത് വിളിച്ച് പറയുന്നത്. അപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ വേറെ ചോയ്സ് ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എറണാകുളം പോകുന്നത് വരെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അതായത് അവരാദ്യം പറഞ്ഞതുപോലെ 10% മാത്രം ഞങ്ങൾക്ക് അടയ്ക്കേണ്ടി വരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ ലോൺ സാങ്ഷൻ ആവുന്ന സമയത്ത് ഞാൻ സാങ്ഷൻ ലെറ്റർ മേടിച്ച് നോക്കിയപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് 10% മാത്രം അടച്ചാൽ മതിയായിരുന്നു, 90% ബാങ്ക് തരുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബാങ്ക് മാനേജർ ആയിരുന്നാലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഞങ്ങളടുത്ത്. പിന്നെ ലോൺ സാങ്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ 10 ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചായിരുന്നു. അതിനുശേഷം ഇൻഷുറൻസ്, ബാക്കി എമൗണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഒരാൾ ഗൈഡ് ചെയ്യും പോലെയായിരുന്നു ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾക്ക് ആരും ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ആരോ ഉള്ളതുപോലെയായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. 20th ഞാൻ പോകുന്നത്. ഏറ്റവും അവസാനമാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്, വിസ പ്രോസസ്സിങ്. പക്ഷേ ആദ്യം വിസ വന്നത് എനിക്കായിരുന്നു ആ ഒരു ഏജൻസിയിൽ. 20th ഞാൻ പോവുകയാണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ളൊരു കുട്ടിക്ക് 20th ടിക്കറ്റ് എടുത്തെങ്കിൽ പോലും അവൾക്ക് വിസ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാനിതേപോലെ അവൾക്ക് ഈ ആഴ്ചത്തെ ചൊവ്വാഴ്ച ദാനം അയച്ചു കൊടുത്തിട്ട് മുട്ടിമേ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. നിനക്ക് ഇതേപോലെ പ്രാർത്ഥിക്കണം, നിനക്ക് വിസ ഉടനെ വരും,
ഞങ്ങൾ കൃപാസനത്തിൽ, അതായത് ഇന്ന് കൃപാസനത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നിനക്ക് ഉറപ്പായിട്ടും വിസ വരും എന്ന് പ്രാർത്ഥിച്ച് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൾക്ക് വിസ വന്നു. അങ്ങനെ ഞങ്ങൾ 20-ാം തീയതി ഞങ്ങൾ 3 പേരുമായിട്ട് പോവുകയാണ് UK കഴിഞ്ഞ വർഷം റാലിക്ക് പങ്കെടുത്തപ്പോഴും ഞാൻ ജപമാല റാലിക്ക് ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ജപമാല റാലി ഉടനീളം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അടുത്ത വർഷം ജപമാല റാലി ഞാൻ UK ഇരുന്ന് ഓൺലൈനിൽ കൂടാൻ പറ്റണേന്ന്. അതേപോലെ തന്നെ ഈ വർഷം ഒക്ടോബറിൽ റാലി നടക്കുന്ന സമയത്ത് ഞാൻ UK ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ചെയ്യുന്ന പ്രേക്ഷിത വേലയെന്ന് പറയുന്നത് പത്രം. ഫിലിപ്പ്, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 28/2/2022 എനിക്ക് ഈ അൾത്താരയിൽ 3ാമത് തവണയാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഈ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് 3ാം തവണയും പറയാൻ ഇടതന്ന പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമായി ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് BP ഉണ്ടായിരുന്നു. BP വളരെ ഹൈ ആയ BP ആയിരുന്നു. ആ സമയത്ത് കുറച്ച് മെഡിസിനൊക്കെ ഉപയോഗിച്ചു. എന്നാൽ ഈ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ തുടർച്ചയായിട്ട് ഓരോ നുള്ള ഉപ്പ് എൻ്റെ വായിലിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, BP ഉള്ള ആളാണ് ഇതുപോലെ ഉപ്പ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, BP-ക്കുള്ള ഉത്തമ മരുന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്ക് ഈ മരുന്നിൽ പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞു. ഒരു 80-90 ദിവസങ്ങൾക്ക് ശേഷം, കൃത്യം ഓർക്കുന്നില്ല, ഏതായാലും 90 ദിവസത്തിന് ശേഷമായപ്പോൾ BP പരിപൂർണമായി എനിക്ക് മാറിക്കിട്ടിയത് എങ്ങനെയെന്നറിയാൻ പെട്ടെന്ന് BP താന്നിട്ട് ഞാൻ 1-2 തവണ വീഴേണ്ട ഒരവസ്ഥ വന്നു. അപ്പോഴാണ് BP ചെക്ക് ചെയ്യുന്നത്. അതോടുകൂടി ചെറിയ മൈൽഡായിട്ടുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു, പരിപൂർണ്ണമായി നിർത്തി. ഇപ്പോൾ 2.5 വർഷമായി BP എന്ന് പറയുന്ന അസുഖം, BP ഹൈ ആയിട്ടുള്ളൊരു അസുഖം എനിക്കില്ല, നോർമലായിട്ട് തന്നെ പോകുന്നു. അടുത്തത് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പൈൽസിൻ്റെ അസുഖം അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. ഞാൻ ദീർഘമായി യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ ഭക്ഷണ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഒരു ദിവസം ഞാൻ യൂട്യൂബ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൈൽസിൻ്റെ അസുഖം നേരിട്ട ഒരാൾ ഒരു സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം പൈൽസ് ഉള്ള സ്ഥലത്തെ ഇവിടെ നിന്നുള്ള ഉടമ്പടി തൈലം അപ്ലൈ ചെയ്തു. അങ്ങനെയാണത് മാറിയെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം തൊട്ട് ഞാനും ഉടമ്പടി ഈ പച്ചത്തിരി കത്തിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ആ രീതിക്ക് പൈൽസുള്ള സ്ഥലത്തെ ഈ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്തു. എനിക്ക് ഏതാണ്ട് 32 ദിവസം കഴിഞ്ഞപ്പം പരിപൂർണമായി ആ പൈൽസ് എന്ന അസുഖം പരിപൂർണമായി മാറി. ഇപ്പോൾ ഒരു വർഷമായിട്ട് അങ്ങനെ ഒരു അസുഖമില്ല. എനിക്ക് ആവശ്യമുള്ള മുഴുവൻ BP സംബന്ധമായി ഒഴിവാക്കിയിരുന്ന മുഴുവൻ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ സകല കാര്യങ്ങളും കഴിക്കുന്നുണ്ട്. പരിപൂർണമായ അസുഖം എന്നിൽ നിന്ന് പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി തന്നു. അടുത്തത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അണപ്പല്ല്, മുകളിലത്തെ ഇടത് സൈഡിലെ അണപ്പല്ലിൽ 2 അണപ്പല്ല് അടുപ്പിച്ചുള്ള അണപ്പല്ലിൻ്റെ വളരെ ആഴത്തിലുള്ള പോടുണ്ടായിരുന്നു. ആ ഇൻഫെക്ഷനായിട്ട് ഒരു 6 വർഷമായി അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് സഹിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്കൊരു 1.5 വർഷങ്ങൾക്ക് മുമ്പേ അത് അതിസഹനീയമായ വേദനയായി, സഹിക്കാൻ പറ്റത്തില്ലാത്ത വേദനയായി. എനിക്ക് പരിചയമുള്ള വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറെ എടുത്ത് ചെന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു എന്തെന്ന് ചോദിച്ചെന്നാൽ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു, ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല, 2 എടുത്ത് കളയണം, ഉടനെ എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അണപ്പല്ലല്ലേ, 2 പല്ലും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചവയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് പയ്യെ ഒഴിവായി വേറെ അടുത്ത ഒരു പ്രഗത്ഭ ഡോക്ടറെ അടുത്തായി. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ നാക്കിൻ്റെ തുമ്പിൽ 3 തുള്ളി ഉടമ്പടി തൈലം ഒഴിക്കും. ആ 3 തുള്ളി ഉടമ്പടി തൈലം ഒഴിച്ചിട്ട് നാക്കിൻ്റെ തുമ്പ് കൊണ്ട് തന്നെ ഈ പല്ലിൽ ഞാൻ സ്പർശിപ്പിക്കും. പക്ഷേ ഇതിൻ്റെ പോടിലേക്കൊന്നും ഉടമ്പടി തൈലം ഇറങ്ങി ചെല്ലുകയില്ല. എങ്കിലും എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പല്ലിൽ ഇത് സ്പർശിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞ് പരിപൂർണമായി ആ വേദന പോയി എന്ന് തന്നെയല്ല, എനിക്ക് ഏതുതരം ഭക്ഷണവും കഴിക്കാം, വായിൽ വെള്ളം ഉൾക്കൊള്ളാം, ചൂടുള്ളതും തണുപ്പായ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാം, മറ്റിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളമായി പരിപൂർണമായി ആ രോഗം, പല്ലുവേദന എന്ന രോഗം, ആ പല്ലിൻ്റെ സകല ബുദ്ധിമുട്ടുകളും മാറി നല്ല ആരോഗ്യത്തോടു കൂടി ആ പല്ല് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് എനിക്ക് പറയാനുള്ളത് കണ്ണിൻ്റെ ചൊറിച്ചിലാണ്. എനിക്കൊരു 12 വർഷങ്ങൾക്ക് മുകളിലായി 2 കണ്ണിനും ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ സഹിച്ചവർക്കേ അറിയത്തുള്ളൂ. ഒരു തരത്തിലും സഹിക്കാൻ പറ്റത്തില്ല. കണ്ണ് കൈകൊണ്ട് മാന്തിയെടുത്ത് പറിച്ച് കളയാൻ തോന്നും.
അത്രയ്ക്ക് ചൊറിച്ചിലാണ്. ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് മിക്കവാറും വൈകുന്നേരം ഒരു 6:30-ക്ക് ശേഷമാണ്. ഞാൻ 6 ഫേമസ് ഹോസ്പിറ്റലുകൾ, കേരളത്തിലെ ഫേമസ് ഹോസ്പിറ്റലുകളിൽ ഒത്തിരി യാത്ര ചെയ്ത് തന്നെ പോയി പല ഡോക്ടേഴ്സിനെയും കണ്ടു. അവർ പറഞ്ഞു പിന്നെ ഡസ്റ്റിൻ്റെ അലർജിയാണ്, അത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്, അത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. യാത്ര ചെയ്യുന്ന എനിക്ക് ഡസ്റ്റിൻ്റെ അലർജിയാണെന്ന് പറയുമ്പോൾ എനിക്ക് യാത്ര ഒഴിവാക്കി കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പോൾ ഞാൻ അതും ഈ പറഞ്ഞതുപോലെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് 2 കണ്ണിൻ്റെ പോളയിലും എല്ലാ ദിവസവും പുരട്ടാൻ തുടങ്ങി. അത് ഒരു 4-5 മാസം ഞാൻ പുരട്ടി, എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പുരട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട്, 2.5 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖമില്ല, കണ്ണിന് യാതൊരു പ്രശ്നവുമില്ല. വളരെ ചൊറിച്ചിലായിരുന്ന ആ കണ്ണിന് വളരെ ഇപ്പം സൗഖ്യമായിട്ട് ഒരു പ്രശ്നമില്ലായിരിക്കുന്നു. അടുത്തത് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ബ്രീസ കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുതിയ കാർ എടുത്തതാണ്. ഒരു പ്രശ്നമുള്ളത്, ആ കാർ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തിരക്കുള്ള സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ കാർ സ്ലോ ചെയ്യും, ചിലപ്പം കാറ് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുമല്ലോ, ഇടുന്ന സമയത്ത് കാർ ഓഫായി പോവും, പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്യുകയില്ല. സ്റ്റാർട്ട് ചെയ്യുക ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഗട്ടറുള്ള റോഡിലോ അതുപോലെ ട്രാഫിക്കിലോ ഒക്കെ എവിടെ നമ്മൾ വണ്ടി നിർത്തിയാലും ഈ കാറ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ഓഫായി പോവുക. അപ്പോൾ ഞാൻ കോട്ടയത്തെ ഈ മാരുതിയുടെ അവസാന ഭാഗമായ ഒരു പ്രമുഖ, ഞാൻ വാഹനം എടുത്ത ഏജൻസിയിലും അവരുടെ വർക്ക്ഷോപ്പിൽ ഇത് കൊണ്ടുവന്നു. അവരിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു സ്കാനിങ് നടത്തണം. സ്കാനിങ് നടത്തി. കാരണം ഇപ്പം മുഴുവൻ സ്കാനിങ്ങിൽ കൂടിയാണ് കാര്യം നടക്കുന്നത്. അപ്പം നമ്മൾക്കും ഒരു അക്യുറേറ്റ് ചെയ്തിട്ടുള്ള കാര്യം കിട്ടുമല്ലോ എന്ന് കണ്ട് സ്കാനിങ് നടത്തി. അവർ പറഞ്ഞു ഇതിൻ്റെ പ്ലഗ്, അതിൻ്റെ ഹീറ്ററിൻ്റെ പ്രശ്നമാണ്, 4 പ്ലഗ് ഉണ്ട്, അത് മാറിയാൽ മതി എന്ന് പറഞ്ഞു. മാറിക്കൊള്ളാൻ പറഞ്ഞു. 5500 രൂപ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാഹനം തന്നു. തിരിച്ച് വഴിയിൽ കയറി 1 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ കാർ നിന്ന് പോവുക. ഞാൻ തിരിച്ച് ആ ഏജൻസിയുടെ അടുത്ത് തന്നെ കൊടുത്തു. അവർ പറഞ്ഞു ഒരു ദിവസം വാഹനം കൂടെ തരണം, ഞങ്ങളൊന്ന് ശരിക്കൊന്ന് ചെക്ക് ചെയ്തോട്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് അവരെന്നെ വിളിച്ചു. ഇതിന് പിന്നെ പമ്പിൻ്റെ കംപ്ലയിൻ്റാണ്, അത് മാറിയാൽ അത് പണിതാൽ സംഭവം ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതിന് എന്ത് എമൗണ്ട് വരും? അതിന് 22,000 രൂപ. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം, കാരണം തലേദിവസം ഇവർ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന ഡിഫക്റ്റാന്ന് പറഞ്ഞു, അതല്ല പിന്നെ ഇത് പറയുന്നു. ഇപ്പോൾ ഏതാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നത്? ഞാനതുകൊണ്ട് വേറെയും മാരുതിയുടെ ഒരു പ്രഗത്ഭ വർക്ക്ഷോപ്പിൽ തന്നെ പിന്നെ ഈ വാഹനം കൊണ്ടുപോയി. അപ്പോൾ അവർ വേറൊരു കംപ്ലയിൻറ്റാണ് പറയുന്നത്. ആ കംപ്ലയിൻറ്റ് പരിഹരിക്കുക എത്രയാണ്? അതിന് 19,000 രൂപ 20,000 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ ഞാൻ ആദ്യം മുടക്കി 5,500 രൂപ, ഇവർ പറഞ്ഞിരിക്കുന്ന ഈ എമൗണ്ടുകളെല്ലാം കൂടെ കൂട്ടുകൊണ്ട് ഞാൻ 50,000 രൂപയ്ക്ക് അടുത്ത് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റിനായിട്ട് മുടക്കേണ്ടി വരും. എന്നാലും യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഞാനൊരു 10-25 വർഷം മുമ്പ് എനിക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നതിൻ്റെ പമ്പ് കൊണ്ടത് ഒരു വർക്ക്ഷോപ്പ്, കോട്ടയത്തെ പ്രഗത്ഭ വർക്ക്ഷോപ്പുണ്ട്, വലിയ ഫേമസ് ഒന്നുമല്ല, പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള. ഞാൻ അവരുടെ അടുത്ത് ചെന്നു. അവർ പറഞ്ഞു പമ്പിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ഇത് പരിപൂർണ്ണമായി പരിഹരിക്കുമെന്ന് ഞാൻ വാക്ക് പറയലെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. കാരണം എനിക്ക് അത്രയ്ക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അന്ന് വൈകിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞ് ഞാൻ വാഹനം വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാരണം വാഹനം ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും ടൗണിൽ നിർത്തുക അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ലോ ചെയ്താൽ നിന്ന് പോകുന്നേ ഉള്ളൂ, അല്ല സ്റ്റാർട്ടിങ്ങിന് ബാക്കി യാതൊരു പ്രശ്നവും വാഹനത്തില്ല. ഞാൻ കൃത്യമായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വാഹനമാണ്. അന്ന് വൈകുന്നേരം ഞാനതിൽ യൂട്യൂബ് ഓൺ ചെയ്തപ്പം എനിക്കൊരു സാക്ഷ്യം വയനാട്ടിൽ നിന്നുള്ള ഒരാളുടെ സാക്ഷിയാണ്. ആ സാക്ഷ്യത്തിൽ അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് ഇതിന് കംപ്ലയിൻ്റ് ആയിരുന്നു, പല വർക്ക്ഷോപ്പുകളിലും പോയി കുറേ സാമ്പത്തികം പോയതല്ലാതെ പ്രശ്നം പരിഹരിച്ചില്ല. അദ്ദേഹം ഉടമ്പടി ഉപ്പ് ഈ അവർ കംപ്ലയിൻറ്റ് പറഞ്ഞ സ്ഥലത്ത് പിന്നെ അപ്ലൈ ചെയ്തു. എങ്ങനെയാണ് പുള്ളി അത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഏതായാലും പിറ്റേ ദിവസം രാവിലെ അതിനെ ബോണറ്റ് തുറന്നു. ഇവർ പറഞ്ഞ 3 കംപ്ലയിൻ്റുള്ള ഭാഗത്തും സ്റ്റിയറിങ്ങിലും പിന്നെ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് കൊണ്ട് കുരിശ് വരച്ചു. അങ്ങനെ ഒരു 13 ദിവസം ഞാൻ അങ്ങനെ ചെയ്തു. 13-14 ദിവസം ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ വാഹനം മുന്നോട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് എപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഞാൻ ടൗണിൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി നോക്കണം, അല്ലെങ്കിൽ ഗട്ടറുള്ളിടത്ത് ചവിട്ടി നിർത്തി നോക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു 14 ദിവസം കഴിഞ്ഞ് പിന്നെ പയ്യെ ചെറിയ സ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിൽക്കാതെ വന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് മാറി കിട്ടുന്നത്. എനിക്ക് ഏതായാലും ഒരു 10-22 ദിവസം കഴിഞ്ഞ് ഒരു 2 വർഷത്തിന് ഇപ്പുറം കൊണ്ട് ഞാൻ ആ വാഹനം ഒരു 40,000 കിലോമീറ്ററോട് ഓടുകയും ചെയ്തു. ഇന്ന് ഞാൻ ആ വാഹനത്തിന് ഇവിടെ വന്നു. എല്ലാ മാസവും ഞാൻ ഇവിടെ വരാറുണ്ട്. ആ വാഹനത്തിന് വരുന്നത് ഇൻ്റർസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പല യാത്രകൾ ആ വാഹനം കൊണ്ട് നടത്തുന്നുണ്ട്. ഇന്ന് വരെ ആ വാഹനത്തിന് യാതൊരുവിധ കംപ്ലയിൻറ്റും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലാണ് അതെനിക്ക് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അമേരിക്കൻ വിസയുള്ള ഒരു പാസ്പോർട്ട് എനിക്കുണ്ട്. അത് റിന്യൂവൽ ചെയ്യാനുള്ള സമയമായി, കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ റിന്യൂവൽ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്കത് റിന്യൂ ചെയ്ത് തരികയില്ല. കാരണം അവർ റിന്യൂ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ചില നിയമപ്രശ്നങ്ങൾ അവർ പറയാൻ തുടങ്ങി. അപ്പോൾ അത് എനിക്ക് എന്താണെന്ന് ഇവിടെ തുറന്ന് പറയണമെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ അത് എനിക്ക് സാധിച്ചു തന്ന ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ എന്താണെന്നുള്ളത് ഇവിടെ വിശദമായിട്ട് തുറന്നു പറയുന്നില്ല. എന്തായാലും
ഞാൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ ഒരു ദിവസം ഇവിടെ ആ റെക്കോർഡുകളെല്ലാം കൂടെ വന്ന് ഞാൻ വൈകുന്നേരം ഇവിടെ അമ്മയുടെ ഇവിടെ സമർപ്പിച്ചു. ഈ ആൾത്താരയിൽ ഇതുപോലൊരു ഫയൽ കൊണ്ടുവന്ന ഫയലിൽ വെച്ച് കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു. എന്തായാലും ഞാൻ നാളെ പാസ്പോർട്ട് ഓഫീസിൽ പോകും. അന്ന് ഞങ്ങൾക്ക് കോട്ടയത്തെ പാസ്പോർട്ട് ഓഫീസിൽ ആലപ്പുഴ വരണം. അപ്പം തലേദിവസം ഇവിടെ വന്ന് പിറ്റേ ദിവസം ഞാൻ ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇവിടെ രാവിലത്തെ കുർബാനയിൽ ഞാൻ സംബന്ധിച്ച് കുർബാനയിൽ ഇത് സമർപ്പിച്ച് നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോയി. എനിക്കും പാസ്പോർട്ട് വേണം, എൻ്റെ ഇളയ മോൾക്ക് പുതുതായിട്ട് പാസ്പോർട്ട് വേണം. ഈ 2 പാസ്പോർട്ടിനും ഞങ്ങൾക്ക് ഈ നിയമപരമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ 75,000 രൂപ മുടക്കണം. രൂപയുടെ അല്ല, ഞങ്ങളുമായി അത്ര ലോകത്തിൽ നിൽക്കുന്നില്ലാത്ത അകൽച്ചയിൽ കഴിയുന്ന 1-2 ആൾക്കാരുടെ കൺസെൻറ്റ് ഞങ്ങൾക്ക് വേണം. അത് സ്വാഭാവികമായിട്ടും ഞാൻ സൗമ്യപ്പെട്ട് ചെന്ന് കഴിഞ്ഞാലും ഞാനതിനെ താല്പര്യപ്പെട്ട് ചെന്നാലും അവരെ ചെയ്തു കയറാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു കണ്ടീഷനായിരുന്നു നിലവിൽ അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അമ്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ പോയി ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ വന്നു. അപ്പോൾ വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ കോട്ടയത്തൊരു നിത്യാരാധന ചാപ്പലിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിത്യാരാധന ചാപ്പലിൽ കയറുമ്പോൾ സാധാരണ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ഫോൺ എൻ്റെ മുന്നിൽ ഞാൻ വെച്ചിരുന്നു. ആ ഫോണിലൊരു കോൾ വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കോൾ ഞാൻ നോക്കിയപ്പം ഈ പരിശുദ്ധ അമ്മയുടെ പൂർണ്ണകായ പ്രതിമ അതേ രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഞാനങ്ങനെ ഒരു ഫോട്ടോ ഈ ഫോണിൽ എടുത്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യം വരേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഉടനെ പുറത്തിറങ്ങി ഈ ഫോൺ നോക്കി കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി എന്നോട് പറഞ്ഞു എപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു സാറേ ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കിലാണ്, സാറ് നാളെ കാണാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നാളെ വരാമെന്ന് പറഞ്ഞു. പുള്ളി പിറ്റേ ദിവസം 11:30 ആയപ്പം എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പുള്ളി യാതൊരു കാരണവശാലും ഈ സംഭവം സാധിച്ചു തരികയില്ല. കാരണം പുള്ളി പറയുന്നത് പുള്ളിയുടെ പ്രൊഫഷനെ ബാധിക്കുന്ന വിഷയമാണ്, ഞാൻ മേലുദ്യോഗസ്ഥരോട് സംസാരിക്കട്ടെ, അവരെന്തെങ്കിലും തീരുമാനം എടുക്കുമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് മേലുദ്യോഗസ്ഥരെ വിളിച്ചു. മേലുദ്യോഗസ്ഥർ പറഞ്ഞു സാധിക്കുന്ന കാര്യമില്ല, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ ചെയ്ത് അത് നിയമപരമായ കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശിരും എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ഞാൻ കൃപാസനത്തെപ്പറ്റിയും കൃപാസന അമ്മയെപ്പറ്റിയും പുള്ളിയോട് സംസാരിച്ചു. പുള്ളി ക്രിസ്ത്യനാണ്, പുള്ളി അകലെയുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും എനിക്കൊരു ഉറപ്പ്, അമ്മ തലേ ദിവസം ഫോൺ കോൾ വന്നപ്പോൾ അമ്മ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സ്ക്രീനിൽ അമ്മയുടെ ഫോട്ടോ ഒരു 2 മാസം മുമ്പ് വരെ ആ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ അതേപോലെ തന്നെ ആ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം അന്ന് വൈകിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടു. എന്തായാലും നിങ്ങളോട് എനിക്ക് നോ പറയാൻ സാധിക്കുന്നില്ല, കാരണം നിങ്ങൾ സത്യസന്ധമായിട്ടാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും വളച്ച് ഒടിച്ച് വേണമെങ്കിൽ എന്നെ സ്വാധീനിക്കായിരുന്നു, അതൊന്നും ശ്രമിച്ചില്ല. സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്തോ എനിക്ക് നിങ്ങൾക്കത് ചെയ്തു തരാനാണ് ആഗ്രഹം. മേലുദ്യോഗസ്ഥരത്തെ സമ്മതിക്കുന്നില്ല, എൻ്റെ പൂർണ്ണ റിസ്ക് ഞാൻ ചെയ്തു തരിക എന്ന് പറഞ്ഞ് എനിക്കും മോൾക്കും ആ പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുകയുണ്ടായി. ഇത്രയാണ് ഈ പാസ്പോർട്ട് സംബന്ധമായിട്ട് കൃപാസന അമ്മ, അതായത് ഒരു കാരണവശാലും സാധിച്ചു കിട്ടിയാലെന്ന് പൂർണ്ണമായിട്ടും പല ഓഫീസുകളിൽ നിന്ന് പറഞ്ഞ കാര്യം അമ്മ ഇടപെട്ട് കൃത്യമായി ഞങ്ങൾക്കത് കൃത്യസമയത്ത് സാധിച്ചു കിട്ടി. അതുകൊണ്ട് ആ പാസ്പോർട്ട് കൊണ്ട് ഉപകാരവും ബാക്കി കാര്യങ്ങളും ഉണ്ടാകുകയും ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണ അതായത് ഈ ഒക്ടോബർ 25-ാം തീയതി നടക്കുന്ന മഹാജപമാല റാലിയുടെ ഒരുക്കത്തിലേക്കായിട്ട് കഴിഞ്ഞ ജപമാല റാലിയുടെ അന്ന് തന്നെ ഞാൻ ജപമാല ചൊല്ലി തുടങ്ങിയിരുന്നു. ഞാനൊരു ദിവസം ഏകദേശം ഒരു 5 കിലോമീറ്റർ കുറയാതെ നടക്കും. ഈ 5 കിലോമീറ്ററും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. ഈ ജപമാലയുടെ വിഷയം ഇതാണ്: 2025 ഒക്ടോബർ 25-ാം തീയതി നടക്കുന്ന മഹാജപമാല റാലി ചരിത്ര സംഭവമാകണമെന്നും അമ്മയുടെ നിറസാന്നിധ്യം സജീവ കാരുണ്യവും അതിലുള്ള മുഴുവൻ മക്കൾക്കും കിട്ടണമെന്നും അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ. കാരണം വിദേശത്തുള്ളവർ, ആരോഗ്യ പ്രശ്നമുള്ളവർ, സാമ്പത്തികം ഇല്ലാത്തവർ, വന്നെത്താൻ സാധിക്കാത്തവർ, ഇവരെയൊക്കെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം അവരുടെ കൂടെ എന്നെ അനുഗ്രഹിച്ചാൽ മതി. ഈ കാര്യങ്ങൾ ഭംഗിയായി വന്നെത്താൻ പറ്റാത്ത ആൾക്കാർക്കും കൂടി അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഞാൻ അടുത്ത ജപമാല റാലി തീരുന്ന അന്ന് വരെ അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ആഴ്ചയിലൊരു 5 ദിവസം കുറയാതെ നടക്കും. കാരണം 2 ദിവസം മറ്റു പല കാര്യങ്ങൾ ഞാൻ ഓഫ് എടുക്കാറുണ്ട്. കാരണം 4-5 മണിക്കൂർ 5 മൈലും കിലോമീറ്ററുമായിട്ട് നോക്കി 5 ചിലപ്പോൾ 6 കിലോമീറ്ററൊക്കെ ഞാൻ റെഗുലറായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നി. കാരണം എൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ആൾക്കാർ എൻ്റെ പുറകെ ഇങ്ങോട്ട് വന്ന് നടത്തി തരും. കാരണം ഞാനിത് പറയാൻ കാര്യം, ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഏതാണ്ട് ഒരു 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇതിനു മുമ്പ് 2 ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് പറയാൻ എന്തോ ഞാൻ കുറച്ചുകൂടെ പെൻഡിങ് ഇങ്ങനെ വെച്ച് പോകുമായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അടുത്ത ഇടയ്ക്ക്
എന്നെ ഇവിടെ തന്നെ ഈ കൃപാസനത്തിൽ തന്നെ ഉടമ്പടി എടുത്ത് വളരെ സജീവമായിട്ട് ഇവിടെ പേക്ഷിത പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. പുള്ളി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. പുള്ളി വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ ഉടമ്പടി സാക്ഷ്യം വല്ലതും മുടക്കം വരുത്തിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഉണ്ട് ബ്രദറെ, ചെറിയ രീതിക്കല്ല, 2-2.5 വർഷമായ ഇത്രയും സാക്ഷ്യങ്ങളെല്ലാം കിടപ്പുണ്ട്. പുള്ളി പറഞ്ഞു അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടെന്നു. കഴിഞ്ഞ ആഴ്ച അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ എല്ലാ 7-ാം തീയതി ഇവിടെ വന്ന് ഒരു 7 പാക്കറ്റ് പത്രം കൊണ്ടുപോകുന്നുണ്ട്. 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 അമ്മയോട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ആ കൃത്യം 2:30 സമയത്ത് ഞാനിവിടെ വന്ന് എനിക്ക് മുട്ടകളിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് അന്ന് വൈകുന്നേരത്തെ ദീപാവലിയും കഴിഞ്ഞ് ഈ അൾത്താരം അടയ്ക്കുന്ന 8:45 സമയത്താണ് ഞാൻ ഇവിടുന്ന് പോകാറുള്ളത് തുടർച്ചയായിട്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത പല അനുഭവങ്ങളും പരിശുദ്ധ അമ്മ നേരിട്ട് ഞാൻ അമ്മയെ നേരിട്ട് ഒരു തവണ കണ്ടതാണ്. ഞാൻ ഉച്ച കഴിഞ്ഞൊന്ന് ഊണ് കഴിഞ്ഞൊന്ന് മയങ്ങുന്ന സമയത്ത് അമ്മ എൻ്റെ നേരെ ഫ്രണ്ടിൽ പൊക്കത്തിൽ വന്നിങ്ങനെ ഒരു 5-8 സെക്കൻഡ് എനിക്ക് ഇതേപോലെ തന്നെ വ്യക്തമായിട്ട് നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഈ 7 പാക്കറ്റ് അല്ലെങ്കിൽ 6 പാക്കറ്റിൽ 7 പാക്കറ്റ് പത്രം കൊണ്ടുപോകും. അത് ഞാൻ വിതരണം ചെയ്യുന്നത് ഒരിക്കലും രഹസ്യമായിട്ട് വിതരണം ചെയ്യൽ. ഞാൻ പിന്നെ പബ്ലിക് സ്ഥലങ്ങളിൽ, അതായത് ബസ് സ്റ്റാൻഡുകളിൽ ശരിക്കും കാര്യങ്ങൾ പറഞ്ഞ് ആരുടെയും മനസ്സിലാക്കി ഈ പത്രം കൊടുക്കും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രത്യേകത, ഇതറിയത്തില്ലാത്ത ആൾക്കാർ ഇതെന്താ കാര്യം എന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ വരുന്നവരിൽ ഒരു 80% അക്രൈസ്തവരാണ്. അവരോട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പരിശുദ്ധ കുർബാന ഞാൻ 365 ദിവസവും പരിശുദ്ധ കുർബാന സംബന്ധിക്കും. 365 ദിവസമല്ല, 400-450 പരിശുദ്ധ കുർബാന സംബന്ധിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഒന്നിലധികം പരിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ പോകുന്ന വഴി തീർത്തും അർഹതപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നവരും കൈ നീട്ടുന്ന ആൾക്കാർക്ക് എന്നാൽ കഴിയാവുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ അമ്മയുടെ നാമത്തിൽ ഞാൻ ഒട്ടനവധി ആൾക്കാർക്ക് ഭക്ഷണപ്പൊതി പിന്നെ വിതരണം ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം. എൻ്റെ പേര് ജോബിന ജോസഫ്. ഞാൻ തൃശ്ശൂർ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇന്ന് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ആദ്യമായി തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബർ 31 തീയതിയാണ്. ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. എനിക്ക് PCOD, തൈറോയിഡ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ട് മെഡിസിൻസൊക്കെ കഴിച്ചു, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷം ഹസ്ബൻഡ് ലീവിന് നാട്ടിലേക്ക് വന്നപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ IUI ട്രീറ്റ്മെൻറ്റും ചെയ്തായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. റിസൾട്ട് നെഗറ്റീവായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ നിരാശയായി. ഗുളികകൾ കഴിച്ചു മടുത്തു, ഇഞ്ചക്ഷൻ എടുത്തു മടുത്തു. ഞാൻ അവസാനം പറഞ്ഞു, ഇനി എനിക്ക് മാതാവ് കുഞ്ഞിനെ തരുമ്പോൾ എനിക്ക് തന്നാൽ മതി. അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറിനെയും കണ്ടിട്ടില്ല. അതിനുശേഷം ഹസ്ബൻഡ് പോയി. 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി. ഒരു മരുന്നും മന്ത്രവും ഒന്നും കൂടാതെ ഈ 2 മാസം ഞാൻ കൃപാസന മാതാവിൽ മാത്രം വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഞാനും ഭർത്താവും രാവിലെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഏട്ടൻ ജോലിക്ക് പോണേക്കാളും മുമ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ വയറിൽ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കും. കൂടാതെ തന്നെ ഉപ്പ് ഞങ്ങൾ 2 പേരും ഓരോന്നുള്ള വിധം ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലിടുമായിരുന്നു. അങ്ങനെ ഒരു മരുന്നും കൂടാതെ തന്നെ 2ാമത്തെ മാസം ഞാൻ പ്രഗ്നൻ്റായി. അതിനുശേഷം 3 മാസത്തിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യരുതെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് 1 മാസത്തേക്കും കൂടി വിസ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ വന്ന് തിരിച്ചു പോകണമായിരുന്നു. ഞങ്ങൾ മാതാവ് തന്ന കുഞ്ഞല്ലേ, മാതാവ് തന്നെ കാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഞങ്ങളുടെ പള്ളിയിൽ വികാരിയച്ഛൻ വന്ന് എന്നെ കുമ്പസാരിപ്പിക്കുമായിരുന്നു. വീട്ടിൽ വന്ന് കുർബാന തരുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നു. എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു, മമ്മയും പപ്പയും ജോലിക്ക് പോകാൻ, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ബെഡ് റെസ്റ്റ് ആയിരുന്നു, ഡിപ്രഷനൊക്കെ വരുമെന്ന്. പക്ഷെ ഞാൻ പകൽ മുഴുവൻ ഞാൻ കൃപാസനത്തിലത്തെ പ്രാർത്ഥന വെച്ച് കേൾക്കും, ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് കഴിഞ്ഞു പോന്നിരുന്നത്. 8ാം മാസമായപ്പോൾ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പ്രസവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, പ്രത്യേക കെയർ വേണമെന്ന് പറഞ്ഞു.
ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനകൾ ഞങ്ങൾ ഹോസ്പിറ്റലിലിരുന്ന് ആ രാത്രി മുഴുവൻ കേട്ടു. ഒരു പ്രശ്നവുമില്ലാതെ പിറ്റേ ദിവസം തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ 38ാമത്തെ ആഴ്ചയാണ് ഞാൻ പ്രസവിച്ചത്. 2024 മാർച്ച് 11 ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് കൃപാസന മാതാവ് തന്നത്. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് പ്രൊമോഷനായെങ്കിലും സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായിരുന്നില്ല. ഈ മാസം സാലറി ശരിയാവും, നെക്സ്റ്റ് മന്ത് ശരിയാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ഹോപ്പ് തന്ന് 3 വർഷം ഞങ്ങൾ ആ കമ്പനിയിൽ തന്നെ വെയിറ്റ് ചെയ്തു, സാലറി ഇല്ലാണ്ട് സൗദി അറേബ്യയിൽ. 3ാമത്തെ വർഷം അവസാനം ആവാറായപ്പോൾ അവിടെ ഒരു സാറ് വന്നു. സാറ് പറഞ്ഞു, ഈ 2 മാസം നീ വെയിറ്റ് ചെയ്ത് നോക്ക്, മാറുകയാണെങ്കിൽ ഇപ്പോൾ മാറും, ഇല്ലെങ്കിൽ മാറില്ല, നീ വേറെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞു. ഏട്ടൻ എന്നും ഉപ്പ് കൊണ്ടുപോയിട്ട് സാറിൻ്റെ ഓഫീസിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇനി സാലറി മാറില്ല, നീ വേറെ ജോലി നോക്കിക്കോ, വെയിറ്റ് ചെയ്യേണ്ട, ഹെഡ് ഓഫീസിൽ നിന്ന് പറയുന്ന ഇതൊന്നും ശരിയല്ല, നീ വേറെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞു. വേറൊരു കമ്പനിയിലേക്ക് ഏട്ടൻ ജോലി മാറി 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സാറ് ഏട്ടനെ തിരിച്ചു വിളിച്ചു. ഞാൻ വേറൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു, നീ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണ്ടോ എന്ന് ചോദിച്ചു. ആ കമ്പനിയിലേക്ക് ഏട്ടനെ സാറ് കൊണ്ടുപോയി. ഏട്ടന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ശമ്പളം, ഒരു പൊസിഷനും തന്ന് മാതാവ് ആ സാറിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിനായിട്ട് ഞങ്ങൾ ആ സാറിൻ്റെ ഓഫീസിൽ ഉപ്പിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഞാനും ഹസ്ബൻഡും എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഓഫീസിലും ഈ സിസ്റ്റത്തിലൊക്കെ തൈലം പൂശി വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ പേര് ഗ്രേസി ജോസഫ്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മോളാണ്, ഇതെൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ് പറയുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. ഇത് ഉടമ്പടി പുതുക്കിയത് 9ാമത്തെയാണ്. ഞങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഞങ്ങൾക്കെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതും എല്ലാം അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം, ഹസ്ബൻഡിൻ്റെ മുതുകിൽ ഒരു 2 ചെറിയ കുരു ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എന്നും എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥനയുടെ സമയത്ത് അതിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് അമ്മയോട് പറയും, അമ്മേ എനിക്ക് ഇത് കാണുമ്പം ഭയങ്കര പേടിയാണ്, അമ്മ തന്നെ അത് പിഴുത് കളയണം, ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് അമ്മ പറഞ്ഞതുപോലെ പിഴുത് തന്നെ അമ്മ കളഞ്ഞു. അങ്ങനെ അമ്മ നൽകിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് കൂടാക്കൂടി നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം, എൻ്റെ ഈ 2ാമത്തെ മോളാണ്. മോൾക്ക് MCOMൻ്റെ എക്സാം ഒരു വിഷയത്തിന് 4 പ്രാവശ്യം എഴുതിയിട്ട് അവൾ ഫെയിലായി. അപ്പം 4ാമത്തെ പ്രാവശ്യം കൂടിയേ ഉള്ളു ചാൻസ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഉടമ്പടി കാശുരൂപം കൊടുത്തയച്ചു, ഉടമ്പടി ഉപ്പ് കൊടുത്തയച്ചു. അവൾ അതോടുകൂടി പ്രാർത്ഥനയോടുകൂടി പോയി. ഞാൻ പുറകിലിരുന്നു കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല റിസൾട്ടോടുകൂടി പാസ്സാകാൻ സാധിച്ചു. അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ മോളുടെ കുടുംബത്തിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി വിഷയമാണ്. ഹസ്ബൻഡും ഭാര്യയും അല്ല, ഫാമിലിയുമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അതൊക്കെ അമ്മ എല്ലാം നേരെയാക്കി കൊടുത്തു. അതേപോലെ തന്നെ ഞങ്ങളുടെ വീട് പണിയുടെ കാര്യമാണ്. അടുക്കള ഉയർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട്, വളരെ കുഴിയിലായിരുന്നു അടുക്കള, ഉയർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് ഉയർത്താൻ സാധിച്ചില്ല. അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നമുക്ക് അടുക്കള വലിയൊരു അടുക്കളയായിട്ട് മാറ്റി തന്നു. അതേപോലെ തന്നെ ഇനിയൊരു സാക്ഷ്യമുള്ളത് വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ അവിടെ ഒരു സ്കൂളിൽ ലാബിൽ ഞാൻ വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മകൾ 2ാമത്തെ കുട്ടീനെ പ്രസവിച്ചിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല, ജോലിയുള്ള കാരണം. അപ്പം ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മമ്മി എനിക്ക് തീരെ വയ്യ, മമ്മി വരുമോ എന്ന് ചോദിച്ചു. എങ്ങനെ വരികയില്ലെന്ന് പറയാൻ പറ്റും. ജോലി റിസൈൻ ചെയ്ത വീട്ടിലത്തെ അവസ്ഥ വളരെ മോശമാണ്. കടബാധ്യത, ഹസ്ബൻഡ് വയ്യാത്തത്, കുടുംബം കഴിയണം, എന്ത് ചെയ്യണം, ആകെ ഞാൻ ടെൻഷനിലായി. ഞാൻ എന്തായാലും റിസൈൻ ചെയ്യാതെ യാതൊരു നിവർത്തിയില്ല. അപ്പം ഞാൻ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ പറയാൻ പോയിട്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ വളരെ വിഷമത്തോടെ നിന്ന് കരയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും പറയുന്ന പ്രിൻസിപ്പാളല്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, നീ അവിടെ ഇരിക്കുക, സമാധാനമായിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു.
എന്നിട്ട് എന്നോട് പറഞ്ഞ് ആലോചിച്ചിട്ട് റിസൈൻ ചെയ്താൽ മതി, കുഴപ്പമില്ല, പോയിട്ട് പോരെ, വന്നിട്ട് ജോലിയിലേക്ക് കയറാമെന്ന് പറഞ്ഞു. 20 വർഷമായിട്ട് ചെയ്യുന്ന ജോലിയാണ്. ആ ജോലി കൊണ്ടാണ് കുടുംബം കഴിഞ്ഞ് വെച്ചിരുന്നത്. അപ്പോൾ പോയിട്ട് വന്നിട്ട് എനിക്ക് ജോലിക്ക് ഉടനെ കയറാൻ പറ്റുമോ, ഞാൻ എന്ന് തിരിച്ചു വരും എനിക്ക് അറിഞ്ഞുകൂടാ. റിസൈൻ ചെയ്ത് ഞാൻ പോയപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരു മാനസിക രോഗി പോലെയായിരുന്നു. കാരണം എനിക്കൊന്നും ചിന്തിച്ച് ഒരു ഉത്തരവും ഇല്ല. ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ ഞാൻ സമർപ്പിച്ചിട്ടാണ് പോയത്. അമ്മേ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, എല്ലാം അമ്മ തന്നെ കണ്ടോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ പോയിട്ടും എൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു. പിള്ളേരോടോ എൻ്റെ ഹസ്ബൻഡിനോടോ ഞാനൊന്നും പറയാറില്ല. എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു മാർഗ്ഗമായിരുന്നു എൻ്റെ മുന്നിൽ. പക്ഷെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം അമ്മയോട് ഞാൻ എൻ്റെ കടബാധ്യത എങ്ങനെ തീരുമെന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം എനിക്ക് എങ്ങനെയാണ് എന്നെ സഹായിച്ച എൻ്റെ ഒരു സഹോദരൻ എനിക്ക് കടം തീർക്കാനും ഇപ്പോൾ ഒരു ഭവനം പുതുക്കി പണിയാനും എനിക്ക് തന്നു സഹായിച്ചു. അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. ഞാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും. എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കും എപ്പോഴും. അമ്മയോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതം മുഴുവൻ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മയ്ക്ക് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കും. പിന്നെ മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ആ പൈസ മാറ്റി വെച്ച് നമ്മൾ ഇങ്ങനെ ഭക്ഷണം ആവശ്യമുള്ളവർക്കോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി പത്രം വാങ്ങിച്ച് നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. അടുത്തുള്ള വീടുകളിലാണെങ്കിലും കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. കാശ് രൂപം വാങ്ങി കൊടുക്കും, ഉപ്പ് വാങ്ങി എല്ലാവർക്കും കൊടുക്കും. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പൈസ കൊടുത്തും ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ ഞാൻ കാറ്റിസം 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ കൃപാസന അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ പറയാം. എനിക്ക് എന്നും ദുഃഖമായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു. പക്ഷേ കൃപാസന അമ്മ എന്നെ എല്ലാത്തിൽ നിന്നും താങ്ങി നിർത്തി എന്നെ ഇത്രത്തോളം എത്തിച്ചു. ഇപ്പം എനിക്ക് ഒരു വിഷമവും ഇല്ല. എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കേണ്ടതേ വരുന്നില്ല. എന്ത് വിഷമം പറഞ്ഞാലും ഞാൻ എപ്പോഴും ഇപ്പോൾ ഹാപ്പിയാണ്. അമ്മയ്ക്കെല്ലാം വിട്ടുകൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്ക് കോടാകൂടി നന്ദി പറയുന്നു. ഇനിയും എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു.